ഹലോ സുഹൃത്തുക്കളെ, ഒരു 10-20 കൂടിയാനും വേണ്ട നല്ല പ്ലോട്ട് എടുത്തോളം ഉണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടുന്ന മുതലാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് വീട് വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര ചെലവ് കൂടുതൽ. അത് ഇതുപോലത്തെ സ്ലോപ്പ് സ്ഥലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു റിട്ടേൺ വാൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വാൾ അടിയിൽ നിന്ന് 4 മീറ്ററോളം നമ്മൾ പൊക്കിയിട്ടുണ്ട്. ഇതിന് ടോട്ടൽ നമുക്ക് ചെലവ് വന്നിട്ടുള്ള എത്രയെന്ന് അറിയോ? 130 ചാക്ക് സിമെന്റായി. ഇത് അവിടുന്ന് ഇങ്ങനെ ഇതുവരെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ 5 പില്ലറാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ 8 ഇഞ്ച് 20 സെന്റിമീറ്റർ തിക്കൻസ് ഉള്ള വാളാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ ഇതിന് 130 ചാക്ക് സിമെന്റായി. അതുപോലെ തന്നെ 1,10,000 രൂപയുടെ കമ്പി എടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇതിന്റെ മെറ്റൽ, എംസാൻഡ്, ലേബർ തന്നെ 2 ലക്ഷത്തിന്റെ മുകളിലായി. അപ്പൊ ഈ ഒരു വാളിന് മാത്രം നമുക്ക് ചെലവ് വന്നത് എന്ന് പറഞ്ഞാൽ മര്യാദ ചെലവ് വന്നിട്ടുണ്ട്. അതും ഈ ചെരിഞ്ഞ പ്ലോട്ടായ കാരണമാണ്. ഇത് നല്ലൊരു സ്ഥലം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ എപ്പോഴും നല്ലൊരു സ്ഥലം വാങ്ങാൻ നോക്കുക, നിരപ്പായ. അത് നമുക്ക് ഫൗണ്ടേഷനിൽ കുറച്ച് ചിലവേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് ആകെ ഒരു ഉപകാരം കിട്ടി എന്ന് പറയുന്നത് എന്താണ്? 2 ബെഡ്റൂം, അതുപോലെ 2 ബാത്റൂം, അടിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു കോണി മാത്രമേ നമുക്ക് ഈ ഒരു വാൾ കൊണ്ട് ഇവിടെ ലാഭമായിട്ട് അണ്ടർഗ്രൗണ്ട് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ അണ്ടർഗ്രൗണ്ട് ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. വീടിന് ഒരാളും താഴോട്ട് ഇറങ്ങിയിട്ട് കിടക്കാനോ കാര്യങ്ങൾക്കൊന്നും ബെഡ്റൂമിലോട്ട് പോകില്ല. എല്ലാവരും മുകളിൽ തന്നെയാണ് അധികം ഉപയോഗിക്കുക. ഇപ്പം ഇതിൻ്റെ കിച്ചണൊക്കെ മുകൾ ഭാഗത്താണ് വരുന്നത്. എന്നാലും അധികം ആരും അടിയിലോട്ട് ഇറങ്ങൂല. അപ്പം നമുക്കിത് ചെയ്യുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്തിനാണ് വെറുതെ ഇങ്ങനെ കുറേ കാശ്? അപ്പം നമ്മൾ എപ്പോഴും സ്ഥലം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല നിരപ്പായ സ്ഥലങ്ങൾ. പരമാവധി നമ്മളൊരു 10 റുപ്യ കൂടിയാലും അത് എടുക്കാൻ നോക്കുക. ഇതുപോലുള്ള ചെരിഞ്ഞ സ്ഥലങ്ങൾ നമ്മൾ വലിയ വിലക്കെടുത്തിട്ട് ഇതുപോലെ ഉള്ള സംഭവങ്ങൾ നിങ്ങൾ കുടുങ്ങാൻ നിൽക്കണ്ട. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് പറയാനുള്ളത്. ഓക്കെ.